നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു. കാർമൽ സ്കൂളിലെ ഒരു കണ്ടക്ടർ ശശിധരനെക്കുറിച്ച്. അന്ന് ശശിധരനെക്കുറിച്ച് ഞങ്ങൾ വളരെ വിശദമായി തന്നെയാണ് വാർത്ത ചെയ്തിരുന്നത്. ആ വാർത്തയ്ക്ക് ശേഷം ശശിധരൻ മരിക്കുകയുണ്ടായി. അതിനുശേഷവും ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു ശശിധരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. ആ വാർത്തകളെല്ലാം തന്നെ സത്യസന്ധമായിരുന്നു. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ആ വാർത്ത ചെയ്തത്. അത് കഴിഞ്ഞൊരു ഓൺലൈൻ ചാനൽ ആ വാർത്ത ആദ്യം നല്ല രീതിയിൽ നൽകുകയും രണ്ടാമത് വേറൊരു വെർഷനിലേക്ക് ആ ചാനൽ കൊണ്ടുപോയി ആ വാർത്തയെ. അത് വളരെ ദയനീയമായിരുന്നു. വിമർശിക്കുന്നതല്ല, നമ്മൾ വിശദമായി അന്വേഷിച്ചിട്ടാണ് ഒരു വാർത്ത ചെയ്യുന്നത്. ഒരാളിന് പോലും നിയമ നിഷേധം കിട്ടരുത് എന്നുള്ള തീരുമാനത്തിലാണ് ട്രാവൻകൂർ എക്സ്പ്രസ് എന്നും ഈ വാർത്തകളിലേക്ക് വരുന്നത്. ട്രാവൻകൂർ എക്സ്പ്രസ് ചെയ്ത വാർത്തകളെല്ലാം തന്നെ സത്യസന്ധമായിരുന്നു. ട്രാവൻകൂർ എക്സ്പ്രസിന് ധാരാളം ശത്രുക്കളുണ്ട്. ഈ വാർത്തകൾ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു വിഭാഗം ശത്രുക്കൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതെല്ലാം നിഷ്ഫലമായി പോകാറാണ് ഉള്ളത്. ട്രാവൻകൂർ എക്സ്പ്രസ് ഓരോ വാർത്ത ചെയ്യുമ്പോഴും അതിൽ സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കപടം പരാജയപ്പെടുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ശശിധരൻ്റെ മരണത്തെക്കുറിച്ചാണ്. ശശിധരൻ സ്വയം ആത്മഹത്യ ചെയ്യുന്നു. മാനസിക പീഡനം കൊണ്ട് റിട്ടയർ ചെയ്യുന്ന പൈസ കിട്ടുന്നില്ല. ആദ്യം ശ്രദ്ധിക്കാനുള്ളത് ആ സ്കൂളിലെ ID കാർഡാണ്. 1970 അദ്ദേഹം ജോയിൻ ചെയ്യുന്നതായി ID കാർഡിൽ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 2014 റിട്ടയർ ചെയ്യുന്നു. 5 വർഷം വീണ്ടും ജോലി ചെയ്യുന്നു. ഈ കൊറോണ കാലത്ത് മാർച്ച് ഏപ്രിൽ വരെ അദ്ദേഹം ജോലി ചെയ്തതായി കാണപ്പെടുന്നു. വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം 1970 ജോലിക്ക് കയറുമ്പോൾ ആ സ്കൂളിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ചിലപ്പോൾ തോട്ടക്കാരനായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. പക്ഷേ 1970 ജോയിൻ ചെയ്തു എന്ന് പറയുന്ന ID കാർഡിൽ അദ്ദേഹം കണ്ടക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അത് രേഖകൾ പരിശോധിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി. 1970 കണ്ടക്ടറായി ജോലി ചെയ്യുന്നു. 2020 അയാൾ പെൻഷൻ പറ്റുന്നു. ഡെയിലി വേജസിൽ വരെ അവിടെ ജോലി ചെയ്തു. അതായത് 2014 പെൻഷൻ വാങ്ങുന്നു. അദ്ദേഹത്തിന് PF മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്താണ് PF? തുച്ഛമായ പൈസയാണ് അദ്ദേഹത്തിന് PF നിക്ഷേപിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 5 വർഷം ജോലി ചെയ്തു. അവിടുത്തെ മുഴുവൻ പണികളും ചെയ്തിട്ടുണ്ട്. തോട്ടം വൃത്തിയാക്കുന്ന ജോലി, തോട്ടം നനയ്ക്കുന്ന ജോലി, ചില ഓടകൾ ക്ലീൻ ചെയ്യുന്ന ജോലി പോലും ചെയ്തതായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ മുഴുവൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാർമൽ സ്കൂളിൽ 50 വർഷം ജോലി ചെയ്ത ശശിധരൻ അവരുടെ ഭാര്യയാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കാർമൽ സ്കൂൾ അധികാരികൾ പറഞ്ഞ എന്തെന്ന് പറഞ്ഞാൽ, വീട് വെച്ച് തന്നു, ചികിത്സയ്ക്ക് പൈസ തന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവരുടെ ഭാര്യ എന്നുള്ളതിൽ എന്താണ് പറയുന്നത്? ഒന്നും തന്നിട്ടില്ല. നമ്മൾ പ്ലാവർക്കുണത്ത് സ്ഥലത്ത് അവിടെ വാങ്ങിച്ചു, ഇവിടെ വീട് സ്ഥലം വാങ്ങിച്ചത്. സ്ഥലം വാങ്ങിച്ച് ഇവിടെ 5 സെൻറ്റ് വിറ്റാണ്, 3 സെൻറ്റ് വിറ്റാണ് അത് ഇവിടെ വീട് വെച്ച് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചത്. അല്ലാതെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു ആനുകൂല്യവും തന്നിട്ടില്ല. അതുപോലെ ചികിത്സയ്ക്കും ഒന്നും കൊടുത്തിട്ടുമില്ല, തന്നിട്ടുമില്ല. സ്കൂൾ അധികാരികൾ പറയുന്നത് വീട് വെക്കാൻ വേണ്ടി കാശ് തന്നു, വീട് വെക്കാൻ വേണ്ടി പൈസയ്ക്ക് സഹായിച്ചു. ഒന്നും സഹായിച്ചിട്ടില്ല. ഇല്ല, ഇത് കണ്ടല്ല, ഒന്നും സഹായിച്ചിട്ടില്ല. നമ്മൾ 5 സെൻറ്റ് സ്ഥലം മുകളിൽ വിറ്റാണ് നമ്മളിവിടെ വീട് വെച്ചത്. വീട് വെക്കാൻ ഒരു ധനസഹായവും തന്നിട്ടില്ല. ഈ പെൻഷൻ സമയത്ത് ഈ PF കിട്ടി എന്ന് പറയുന്നു. പക്ഷേ ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അതൊന്നുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല. പിള്ളേ പച്ചാടിനെ പറ്റിക്കുകയാണ് ചെയ്തത്. വളരെ വിഷമത്തിലായിരുന്നു. അന്നത്തെ എപ്പോഴും ഇത് തന്നെ പറച്ചിലായിരുന്നു സാർ. എപ്പോഴും ഇത് തന്നെ. ആ സമയം ഇത് 52 വർഷം ജോലി ചെയ്ത സ്കൂള്. പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻഷൻ ആവാൻ മുമ്പ് 8 വർഷം മുമ്പ്, പെൻഷൻ ആവണതിന് മുമ്പ് 8 വർഷത്തേക്കും 8 മാസം അതിന് മുമ്പ് പെൻഷൻ ആക്കി അവർ ഒരു ഇതുമില്ല.
അത് കഴിഞ്ഞിട്ട് വീണ്ടും 5 വർഷം വീണ്ടും ഡെയിലി വേജ് നേരിട്ട് കിട്ടി. അത് മാസം തോറുമാണ് കിട്ടുന്നത്. അങ്ങനെ ആനുകൂല്യം ഇല്ലാതെ അവർ ചെയ്യണത്. അത് അവിടെ ഇതെല്ലാം ഒപ്പിടുന്നത് അവിടെ 3 അവിടെ അകത്ത് അവിടെ ഒപ്പിടും, അവിടെ 2 ഇവരെ ഇതെടുത്ത് ഒപ്പിടുകയും ചെയ്യും. പിന്നെ സ്കൂളിലും അത് മറ്റേ നോട്ട് ബുക്ക് പോലത്തേലാണ് അവർ ബുക്ക് ഇടുന്നത്. ഇതെല്ലാം എന്നോട് എൻ്റെ പറഞ്ഞ് അങ്ങ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരിക്കുള്ള രേഖകളിലെല്ലാം ഒപ്പിടുന്നത് എല്ലാം നോട്ട് ബുക്കാണ്. നോട്ട് ബുക്കാണ് അവിടെ ഇടുന്നത്. പിന്നെ ഓഫീസിൽ ചെന്നാൽ പിന്നെ ഇതിൽ അവിടെ ചെന്നാണ് പൈസ വാങ്ങിക്കുന്നത്. ബാങ്കിൽ ചെന്ന് അത് കൂടുതൽ കിട്ടാൻ എല്ലാവർക്കും കൂടുതലാണ് കൊടുക്കുന്നത്. പക്ഷേ ചേട്ടനത്ത് കുറച്ചാണ് കിട്ടുന്നത്. 7000 രൂപ എന്തരാണ് അവസാനം കിട്ടിയത്. മറ്റേ 9000 രൂപയാണ് കൊടുത്തോണ്ടിരുന്നത്. 5 ഇവിടുന്ന് 4:45 ഇവിടുന്ന് പോകും. 5 മണിയാകുമ്പോൾ അവിടെ എത്തിയിരിക്കും. അവിടെ ചെന്ന് തോട്ടത്തിലെ പണി, പിന്നെ ഇതെല്ലാം ചെയ്യിക്കും. കിളി ഇതെല്ലാം ഇവരെല്ലാം ചെയ്യിച്ച് ഒരു 5 പൈസ പോലും അവർ കൊടുക്കും, സഹായിക്കില്ല. മുഴുവൻ പണിയും ചെയ്യും. അത്രയല്ല, ഇല്ല ചെടിയുടെ പണി, തോട്ടപ്പണി, ഈ പിന്നെ എല്ലാം ഇതെല്ലാം ചെയ്യിക്കും. എന്നിട്ട് ഇത്ര എണ്ണ കൊടുക്കണത്. ഇവിടെ 7-8 മണിയാകുമ്പം ഇവിടെ എത്തും. ഒരു ദിവസം 300 രൂപ, 9000 രൂപ, ശരിയല്ലേ? 9000 രൂപ. ശരിക്കും ചൂഷണമാണ് അവിടെ നടന്നിട്ടുണ്ടിരുന്നത്. മനസ്സിലാക്കാൻ പറ്റിയത് താമസിച്ചു പോയി. വയസ്സായപ്പോഴാണ് മനസ്സിലായത്. പെൻഷൻ ആയപ്പോൾ ഇതുപോലെ കേട്ടോണ്ടിരുന്നു. പെൻഷൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടനെ കളിപ്പിച്ച് അവസാനം എല്ലാവരും പെൻഷനൊക്കെ കൂട്ടി വലിയ ഇതൊക്കെ വെച്ച് തന്നെ അവരെയൊക്കെ പറഞ്ഞു വിട്ടത്. എല്ലാവരെയും നല്ല 3, 4, 5 ഇങ്ങനെ ഒക്കെ വെച്ച് 8 ഇങ്ങനെ വെച്ചൊക്കെ കൊടുത്തു എല്ലാവർക്കും. ഒന്നും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അപ്പോഴും പറഞ്ഞത് തരാമെന്നാണ് പറഞ്ഞത്. പിന്നീട് എന്തേരം 2 പിറ്റേ 3 അന്ന് ചെന്നപ്പം പറയണത് നിങ്ങൾക്ക് എല്ലാ ടാലറിയും തന്ന് ഇനി നിങ്ങൾക്കൊന്നും തരാനില്ല, നിങ്ങൾക്ക് ദിവസം വന്ന് ആരോഗ്യമുള്ള കാലം വരെ നിങ്ങൾക്ക് ഇവിടെ വരാം, വന്ന് ജോലി ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഇല്ല. ഇനി ശകല വല്ലാണ്ടില്ല, അത് വിശേഷ ദിവസം അവൻ വരുമ്പം അല്ലാതെ ഒന്നുമില്ല. ഇത്രയാണ് പുള്ളിയെക്കുറിച്ച്. ഈ സിസ്റ്റർ അവിടെ എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു? എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും പോവാറുമില്ല, എനിക്കറിയില്ല. ഒന്നും പറയാം അങ്ങനെയൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും പറയാറുമില്ല, ചോദിക്കില്ല. ഞാനൊന്നും ചോദിക്കാൻ ഇതില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷമാണ് എൻ്റെ ഇങ്ങനെ വേറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പറയാൻ കാരണം ഈ ശശിധരൻ്റെ മൊഴിയൊരെണ്ണമുണ്ട്. മലയൻകീഴ് പോലീസ് എടുത്ത മൊഴിയാണ്. ആ മൊഴിയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒരു വ്യക്തിക്കെതിരെ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ആ വ്യക്തിക്കെതിരെ നടപടിയില്ല. പക്ഷേ അവർ അവിടെ പ്രിൻസിപ്പൾ അല്ലായിരുന്നു, ഹെഡ് മിസ്ട്രസ് അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ആ മാസികകൾ, അതായത് ആ സ്കൂളിൽ എല്ലാ വർഷാന്ത്യവും ഇറക്കുന്ന ഒരു മാസികയുണ്ട്. ആ മാസിക ഞങ്ങൾ പരിശോധിച്ചു. 2002 മുതൽ ഈ അടുത്ത കാലം വരെ അവരായിരുന്നു ആ സ്കൂളിൻ്റെ അധിപ. അവർ തന്നെയാണ് അധിപ. ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്. അവർ ആ സ്കൂളിൽ അധികാരി അല്ലായിരുന്നു പറയുന്നു. ഈ അടുത്ത കാലം വരെ അവർ തന്നെയാണ് അധികാരി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്കൂളുമായി ബന്ധമില്ല, ഗവൺമെന്റിലാണ് അവർക്ക് ഉത്തരവാദിത്വം, അവർ എറണാകുളത്ത് പോയി എന്നൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അല്ല, അവർ തന്നെയാണ് ആ സ്കൂളിൻ്റെ അധികാരി. അത് തെളിയിക്കുന്ന മാഗസീനുകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഞങ്ങൾ വിശദമായി പരിശോധിച്ചു. അതുമാത്രമല്ല, ഒരു ആത്മഹത്യക്ക് പ്രേരണ കൊടുത്ത വ്യക്തിയാണ് ആ വ്യക്തി. ആത്മഹത്യ ചെയ്ത മൊഴിയിലുണ്ട്. കേരള പോലീസാണ് ആ മൊഴിയെടുത്തത്. മെഡിക്കൽ കോളേജിലെ തീപ്പൊള്ളൽ കേട്ട് കിടന്ന മനുഷ്യന്റെ മൊഴിയാണത്. ശശിധരന്റെ മൊഴിയാണത്. മരണത്തോട് മല്ലടിക്കുന്ന ശശിധരന്റെ മൊഴിയാണ് ഏറ്റവും വലിയ പ്രധാനം. അതാണ് നിയമസംഹിത. നിയമം അനുശാസിക്കുന്ന രീതി അതാണ്. ഇന്ന് വരെ അതിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടില്ല.
അത് നിയമ പരാജയമാണ്. കേരള പോലീസിൻ്റെ, മലയൻകീഴ് പോലീസിൻ്റെ പരാജയമെന്നേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ കുടുംബാംഗങ്ങളുടെ വീട് പുതുക്കി പണിയാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. ആ വീട് ഞങ്ങൾ സന്ദർശിച്ചു. ആ വീട് സന്ദർശിച്ചത് കാരണം ഒരു ചാനലിൽ കൂടി പറഞ്ഞു വീട് വെക്കാൻ പൈസ കൊടുത്തു. വീട് വെക്കാൻ പൈസ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കാണുമായിരുന്നു. ഒരു 30ഓളം വർഷം പഴക്കമുള്ള വീടാണത്. വളരെ ദയനീയ അവസ്ഥയിലാണ്. അകത്ത് തറയിട്ടിട്ടില്ല, ചുവരുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്, പെയിൻറ് ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്ത് 2 ആമക്കളും കൂടെ, അവർക്ക് 2 ആൺമക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരെല്ലാം കൂടെ ചേർന്ന് ഹോട്ടലുകളൊക്കെ നടത്തി മുകളിലേക്ക് ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് കണ്ടു, ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലം എന്ന് പറയുമ്പോൾ ഒരു വർഷമോ 1.5 വർഷത്തിനോ അകത്താണ് അവർ ഷീറ്റ് മേഞ്ഞത്. ഇതാണ് കാർമൽ സ്കൂൾ അധികാരികൾ പറഞ്ഞത്. വീട് വെച്ച് കൊടുത്തു. എവിടെയാ വീട് വെച്ച് കൊടുത്തത്? ഒരു വീടും വെച്ച് കൊടുത്തിട്ടില്ല. അസത്യ പ്രചരണമാണ് അവർ നടത്തുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് ഈ കൃത്യത്തിൽ അവർക്ക് പങ്കുണ്ട്. മാനസികമായി ഇദ്ദേഹത്തെ ദ്രോഹിച്ചു കൊണ്ടിരുന്നു ഈ സ്കൂൾ അധികാരികൾ. അതിൽ നിന്ന് നാം മനസ്സിലാക്കാനുള്ളത് അവർ പല അധികാരികൾക്കും പരാതി കൊടുത്തിരുന്നു. തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണന് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥിന് പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു, ലേബർ ഓഫീസർക്ക് പരാതി കൊടുത്തു, ഗ്രാറ്റുവിറ്റി കിട്ടുന്നതിന് വേണ്ടി ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി അവിടെയും പരാതി കൊടുത്തു. 1970 ജോയിൻ ചെയ്ത ശശിധരൻ 2014 വിടുതൽ നടത്തുമ്പോൾ ഗ്രാറ്റുവിറ്റി നൽകിയിട്ടില്ല. എത്രയോ ആകട്ടെ, അർഹതപ്പെട്ട പൈസ കൊടുക്കേണ്ടത് ഒരു ജീവനക്കാരനെ നിലനിർത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കടമയാണ്. അത് ചെയ്തിട്ടില്ല. 18/3/2020 ശശിധരൻ്റെ ലേബർ കമ്മീഷനൊക്കെ കൊടുത്ത പരാതിയിലും ഇവർ കൊടുത്തിരിക്കുന്നത് ശശിധരൻ സ്കൂളിലെ സ്റ്റാഫല്ല എന്നാണ്. അത് തെറ്റാണ്. ശശിധരൻ്റെ ID കാർഡ് മാത്രം പരിശോധിച്ചാൽ മതി, ബാങ്കുകളിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചാൽ മതി. ശശിധരൻ ആ സ്കൂളിൽ നിയമപ്രകാരം ഒരു ജീവനക്കാരനായിരുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, അത് കഴിഞ്ഞ് ഡെയിലി വേജസിൽ ജോലി ചെയ്തു. അതായത് മാസം കോൺട്രാക്ട് വ്യവസ്ഥയിൽ 5 വർഷമോ 6 വർഷമോ ജോലി ചെയ്തു. അപ്പോഴും ശമ്പളം ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഈ മാനേജ്മെന്റ് തികച്ചും നിരുത്തരവാദപരമായാണ് പെരുമാറുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പിള്ളേരെല്ലാം ഏകദേശം 1000ഓളം 2000ഓളം പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗമുണ്ട്. ഏറ്റവും നല്ല മികച്ച സ്കൂളായി നമ്മൾ വാഴ്ത്തപ്പെടുന്ന സ്കൂളാണ് കാർമൽ സ്കൂൾ. ആ സ്കൂളിൽ തന്നെ ഏറ്റവും താഴെക്കടയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അധികാരികളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. മലയൻകീഴ് പോലീസ് ആ സ്കൂൾ അധികാരിയുടെ പേരിന് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് ആവശ്യപ്പെടുന്നു.